നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനധികൃത മണൽ കടത്തിന് പുതിയ മാർഗം. വ്യാജ ബിൽഡിംഗ് പെർമിറ്റും തിരിച്ചറിയൽ കാർഡുമുണ്ടാക്കി മണൽ ശേഖരിക്കുന്നു. ഒരാൾ അറസ്റ്റിൽ. മണൽ തട്ടിപ്പ് വ്യാജരേഖകളുണ്ടാക്കി ഓൺലൈനിൽ മണൽ ബുക്ക് ചെയ്ത്. കണ്ണൂരിൽ വീണ്ടും സൈന്യത്തിന്റെ കയ്യേറ്റം. ആയിക്കരയിൽ 3 ഏക്കറോളം ഭൂമി സൈന്യം ഏറ്റെടുക്കുന്നു. 20ഓളം വീട്ടുകാർക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ്. മത്സ്യമേഖലയിൽ ഉള്ളവർ ആശങ്കയിൽ. കണ്ണൂർ കോട്ടയിൽ പീരങ്കിയുണ്ട ഖനനം തുടരുന്നു. 4000ഓളം പീരങ്കിയുണ്ടകൾ കുഴിച്ചെടുത്തു. കൂടുതൽ പരിശോധനയ്ക്കായി ആർക്കിയോളജി വിദഗ്ധ സംഘം കണ്ണൂരിലെത്തി. ഇത്രയും വലിയ പീരങ്കിയുണ്ട ശേഖരം കണ്ടെത്തുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ രാമന്തളിയിൽ തീർത്ഥാടകരുടെ കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. തോട്ടടയിലെ AK ഹൗസിൽ സിറാജ്, തയ്യൽ ഹൗസിൽ അസീസ്, ഷമ്മാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അസീസിന്റെ നില ഗുരുതരമാണ്. എട്ടിക്കുളത്തെ ഉള്ളാൾ തങ്ങളുടെ മഖാമിൽ നേർച്ച നടത്തി തിരിച്ചുവരികയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാർ പുലർച്ചെ 5 മണിയോടെ റോഡിൽ നിന്ന് 20 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. താഴെ ഒരു വീടിന്റെ മുറ്റത്തേക്കാണ് കാർ വന്നു പതിച്ചത്. വ്യാജ ബിൽഡിംഗ് പെർമിറ്റും തിരിച്ചറിയൽ കാർഡും ഉണ്ടാക്കി മണൽ സംഭരിക്കുന്ന സംഘത്തിലെ ഒരാൾ പിടിയിൽ. അഴീക്കൽ ചാൽ ബീച്ചിലെ ധനേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖകളുണ്ടാക്കി ഓൺലൈനിൽ ബുക്ക് ചെയ്താണ് ഇവർ മണൽ തട്ടിപ്പ് നടത്തിവന്നത്. രാവിലെ 3:30 നിന്നുമാണ് ചാൽ ബീച്ച് സ്വദേശി ധനേഷിനെ പിടികൂടിയത്. വ്യാജ ബിൽഡിംഗ് പെർമിറ്റുകളും തിരിച്ചറിയൽ കാർഡുകളും ഉണ്ടാക്കി വൻതോതിൽ മണൽ സംഭരിച്ചു വരുന്ന സംഘത്തിലെ അംഗമാണ് ധനേഷ്. ഇങ്ങനെ വ്യാജമായി മണൽ സംഭരിച്ച് ഇരട്ടി വിലക്ക് മറച്ചു വിൽക്കുകയാണിവർ. അഴീക്കൽ സീനിയർ പോർട്ട് കൺസർവേറ്ററുടെ പരാതിയെ തുടർന്നാണ് വളവട്ടണം പോലീസ് കേസെടുത്തത്. ഫോട്ടോഷോപ്പിലൂടെ വ്യാജമായി ബിൽഡിംഗ് പെർമിറ്റുകളും തിരിച്ചറിയൽ കാർഡും ഉണ്ടാക്കി ഓൺലൈനിൽ മണൽ ബുക്ക് ചെയ്താണ് ഇവർ മണൽ തട്ടിപ്പ് നടത്തിവന്നത്. സംഘത്തിലുള്ള മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കണ്ണൂർ കോട്ടയിൽ പീരങ്കി ഉണ്ടകൾ കുഴിച്ചെടുക്കുന്നത് തുടരുന്നു. ഇതിനകം 4000-ലധികം പീരങ്കി ഉണ്ടകൾ കുഴിച്ചെടുത്തു. കൂടുതൽ പരിശോധനയ്ക്കായി ആർക്കിയോളജിസ്റ്റ് സൂപ്രണ്ട് ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടയിലെത്തി. ഇത്രയും വലിയ പീരങ്കി ഉണ്ട ശേഖരം കണ്ടെത്തുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ്. കോട്ടയ്ക്കുള്ളിൽ കേബിൾ സ്ഥാപിക്കാൻ കുഴിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പീരങ്കിയുണ്ടകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ആയിരക്കണക്കിനുണ്ടകൾ ഇനിയും ഉണ്ടാകാമെന്നാണ് സൂചന. എന്നാൽ കേബിൾ ഇടാൻ വേണ്ടി കുഴിക്കുന്നിടത്തെ പീരങ്കിയുണ്ടകൾ മാത്രമാണ് കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇരുമ്പുകൊണ്ടുള്ള ഉണ്ടകൾ പുറത്തെടുത്ത് സൂക്ഷിച്ചാൽ തുരുമ്പ് പിടിക്കുമെന്നതിനാലാണ് പുറത്തെടുക്കാതിരിക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി ആർക്കിയോളജിസ്റ്റ് സൂപ്രണ്ട് ശ്രീലക്ഷ്മി കോട്ടയിലെത്തി. ആർക്കിയോളജിസ്റ്റ് C. കുമാരൻ, കെമിസ്റ്റ് ഡോക്ടർ MP സുജിത് എന്നിവരും സംഘത്തിലുണ്ട്. So this is St. Angelo Fort, and since for the past 2-3 days we are getting the evidences of dumping of many cannonballs. So this is a very rare thing which we come across. At one place so many cannonballs are coming, and now we have taken up this for further. അറബിക്കടലിന്റെ തീരത്ത് 500 വർഷം മുമ്പ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കണ്ണൂർ കോട്ടയിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ ഇപ്പോഴുമുണ്ട്. ആയുധപ്പുരയും ഉണ്ട്. കടൽ വഴിയുള്ള ശത്രുക്കളെ നേരിടാനാണ് പീരങ്കികൾ ഉപയോഗിച്ചിരുന്നത്. ഇത്രയും വലിയ പീരങ്കിയുണ്ട ശേഖരം കണ്ടെത്തുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമാണെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറഞ്ഞു. അതേസമയം ഭൂതലത്തിൽ നിന്നും ഒരടി മാത്രം താഴ്ചയിൽ കണ്ടെത്തിയിരിക്കുന്ന പീരങ്കി ഉണ്ടകൾ ഉപേക്ഷിച്ചതാവാനാണ് സാധ്യതയെന്ന് T. ശ്രീലക്ഷ്മി പറഞ്ഞു. കടലോട് ചേർന്ന് കിടക്കുന്ന കോട്ടയിൽ പ്രവേശന ഭാഗത്തായി കണ്ടെത്തിയിരിക്കുന്ന ഉണ്ടകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചതാവുമെന്നും ആർക്കിയോളജിസ്റ്റ് സൂപ്രണ്ട് T. ശ്രീലക്ഷ്മി പറഞ്ഞു. ഇവ കോട്ടയിലെ പീരങ്കിയിൽ ഉപയോഗിച്ചതാണോ എന്ന് പ്രാഥമിക പഠനത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ പുറത്തെടുത്ത ഉണ്ടകൾ പഠനത്തിന് ശേഷം ശാസ്ത്രീയമായി സംരക്ഷിക്കുമെന്നും ശ്രീലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. 8.2 കിലോഗ്രാം മുതൽ 7.90 കിലോഗ്രാം വരെയുള്ള വ്യത്യസ്തങ്ങളായ പീരങ്കി ഉണ്ടകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയത്. These are all different types. Most of them are solid, and some of them are hollow also. Hollow, maybe some gunpowder or something they are putting inside, and with a hole maybe to lit and fire. So that is one of the different types of cannonballs. കണ്ണൂരിൽ വീണ്ടും സൈന്യത്തിന്റെ കയ്യേറ്റ ശ്രമം. ആയിക്കരയിലെ 3 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സൈന്യം 20ഓളം കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകി. പട്ടാളത്തിന്റെ നീക്കത്തിൽ മത്സ്യമേഖലയിലുള്ളവർ ആശങ്കയിലാണ്.
ആയിക്കര തീരത്തോട് ചേർന്ന മത്സ്യഫെഡ് ഓഫീസിന് തെക്കുഭാഗത്ത് 3 ഏക്കറോളം ഭൂമിയാണ് സൈന്യം ഏറ്റെടുക്കുന്നതിന് ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 18 വീട്ടുകാർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു. ഒഴിഞ്ഞുപോകാൻ രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചത് കൂരകൾ കെട്ടിക്കഴിയുന്ന കുടുംബങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 10-35 വർഷത്തിലേറെയായി കുടിൽ കെട്ടി താമസിക്കുന്നു. കൊല്ലം നമുക്ക് കുടിൽ കെട്ടണ്ടെങ്കിൽ തന്നെ മിലിറ്ററിൻ്റെ ഓർഡർ ഇല്ലാണ്ട് കെട്ടാനും പറ്റൂല. പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം വിദ്യാഭ്യാസം ഇവിടെയാണ്. പിന്നെ പ്രായമായവരുണ്ട്, വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും പെട്ടെന്ന് പറയുമ്പോൾ എവിടെ പോവും? ഈ സർക്കാരിന് അതിന് ഉത്തരം കാണട്ട്. വോട്ടിനും ഇതിനെല്ലാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടാണ് ഇതുവരെ നമ്മളൊരു ഗവൺമെൻറ് അന്വേഷണം ഒരാഴ്ചയായി നമുക്കെല്ലാം കടലാസുകൾ കിട്ടിയിട്ട് ഇതിനെപ്പറ്റി ഒന്നും നോക്കാനും എടുക്കാനും ആരും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇവരെവിടെയാ പോവുക? ഈ കടൽ തൊട്ടടുത്ത കരയായിരിക്കണം ഇവരെ വാസസ്ഥലം. അല്ലാണ്ട് ഇവർ ഒരു 10 കിലോമീറ്റർ ദൂരെ താമസിച്ച് കടലിലേക്ക് ജോലിക്ക് വരാനൊന്നും ഇവർക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല. അതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഇവരെ രക്ഷിക്കണം. തീരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത മേഖലയിലുള്ള 5000-ഓളം തൊഴിലാളികളെയും തീരുമാനം ബാധിക്കും. ഒട്ടേറെ മത്സ്യഷെഡുകൾ പ്രവർത്തിക്കുന്നതും വള്ളങ്ങൾ അടുക്കുന്നതുമായ തീരം മതിൽ കെട്ടി വേർതിരിക്കപ്പെടുന്നതോടെ മത്സ്യമേഖലയിലുള്ളവർക്കും തിരിച്ചടിയാവും. വർഷങ്ങളായി കടൽ തീരത്ത് താമസിച്ച മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പാണ് ഇതോടെ പരിങ്ങലിലാവുന്നത്. പകരം സ്ഥലത്ത് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനമുണ്ടായാലും ഇവരുടെ ജീവിതമാർഗം വഴിമുട്ടും. കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന നടപടിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. സ്ഥലമെടുപ്പ് തീരുമാനത്തിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനധികൃത മണൽ കടത്തിന് പുതിയ മാർഗം. വ്യാജ ബിൽഡിംഗ് പെർമിറ്റും തിരിച്ചറിയൽ കാർഡുമുണ്ടാക്കി മണൽ ശേഖരിക്കുന്നു. ഒരാൾ അറസ്റ്റിൽ. മണൽ തട്ടിപ്പ് വ്യാജരേഖകളുണ്ടാക്കി ഓൺലൈനിൽ മണൽ ബുക്ക് ചെയ്ത്. കണ്ണൂരിൽ വീണ്ടും സൈന്യത്തിന്റെ കയ്യേറ്റം. ആയിക്കരയിൽ 3 ഏക്കറോളം ഭൂമി സൈന്യം ഏറ്റെടുക്കുന്നു. 20ഓളം വീട്ടുകാർക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ്. മത്സ്യമേഖലയിൽ ഉള്ളവർ ആശങ്കയിൽ. കണ്ണൂർ കോട്ടയിൽ പീരങ്കിയുണ്ട ഖനനം തുടരുന്നു. 4000-ഓളം പീരങ്കിയുണ്ടകൾ കുഴിച്ചെടുത്തു. കൂടുതൽ പരിശോധനയ്ക്കായി ആർക്കിയോളജി വിദഗ്ധ സംഘം കണ്ണൂരിലെത്തി. ഇത്രയും വലിയ പീരങ്കിയുണ്ട ശേഖരം കണ്ടെത്തുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ ജ്വല്ലേഴ്സ്, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി, ഇപ്പോൾ ദുബായിലും ഷാർജയിലും. ഫസ്റ്റ് ഫ്ലോർ KK ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. Besto, buy the best from Besto since 1970. Koili Heart Center, Koili Hospital, Kannur. Feel divine. Gemino International Jewelers. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ഫോൺ 0497283509. Banaras Utsav by Kalyan Silks. ട്രിനിറ്റി കോളേജ്, വാരം. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. വാർത്തകൾ തുടരുന്നു. കോടതികളിൽ ഇന്ന് ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ 15,365 കേസുകൾ പരിഗണനയ്ക്ക് വന്നു. കോടതികളുടെ പരിസരത്ത് 31 ബൂത്തുകളാണ് അദാലത്തിന് വേണ്ടി തയ്യാറാക്കിയത്. കണ്ണൂർ കോടതിയിൽ നടന്ന ലോക് അദാലത്തിൽ 2600-ലധികം കേസുകൾ പരിഗണനയ്ക്ക് വന്നു. കണ്ണൂർ കോടതിയിൽ 2600-ൽ-അധികം കേസുകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ കൂടുതലും ഒത്തുതീർപ്പാക്കാവുന്ന ക്രിമിനൽ, സിവിൽ, തൊഴിൽ തർക്കങ്ങൾ, കുടുംബ കോടതിയിലെ കേസുകൾ എന്നിവയായിരുന്നു. പൊതുമേഖലാ സ്വകാര്യ ഫോൺ കമ്പനികളുമായി ബന്ധപ്പെട്ട കേസുകളും അദാലത്തിൽ പരിഗണിച്ചു. കണ്ണൂർ താലൂക്കിലെ ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പയുമായി ബന്ധപ്പെട്ട കേസുകളും അദാലത്തിൽ എത്തിയിരുന്നു. ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാൻ ജഡ്ജ് D. അജിത് കുമാർ, സബ് ജഡ്ജ് K. ലില്ലി, പ്രിൻസിപ്പൽ മുൻസിഫ് ഷൈജൻ, അഡീഷണൽ മുൻസിഫ് ലക്ഷ്മി എന്നിവർ പരാതികൾ തീർപ്പാക്കി. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ നിന്ന് KSRTC ടൗൺ ടു ടൗൺ ബസ് സർവീസുകൾ പിൻവലിക്കുന്നതായി പരാതി. 4 ഡിപ്പോകൾ ചേർന്ന് നടത്തിയ ഈ റൂട്ടിലെ 50 ടൗൺ ടു ടൗൺ സർവീസ് നിർത്തലാക്കിയിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണ് KSRTCയുടെ ഈ നീക്കമെന്ന് ആക്ഷേപമുണ്ട്.
കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ 4 ഡിപ്പോകൾ ചേർന്ന് നടത്തിയ ടൗൺ ടു ടൗൺ സർവീസിൽ നിന്ന് KSRTC പിൻവാങ്ങി. ഇതിനായി ഓടിയ ബസ്സുകൾ ഭൂരിഭാഗവും പിൻവലിച്ചു. 50 സർവീസുകളാണ് KSRTC വെട്ടിക്കുറച്ചത്. ചില സ്വകാര്യ ബസ് ഉടമകളെ സഹായിക്കാനാണ് KSRTC നീക്കമെന്നാണ് ആക്ഷേപം. കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട് എന്നീ ഡിപ്പോകൾ ചേർന്നാണ് ടൗൺ ടു ടൗൺ സർവീസ് തുടങ്ങിയത്. 40 ബസ്സുകൾ ഓടിയ റൂട്ടിൽ ഇപ്പോൾ 15 ബസ് മാത്രമാണുള്ളത്. നല്ല ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ ശരാശരി 15,000 രൂപ ഒരു ബസ്സിന് കളക്ഷൻ ലഭിച്ചതാണ്. ഇതിപ്പോൾ 8,000 മുതൽ 12,000 വരെയായി കുറഞ്ഞു. സ്വകാര്യ ബസ്സുകൾക്ക് 18,000 രൂപ വരെ കളക്ഷൻ ലഭിക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. അക്ഷയ ജില്ലാ പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജില്ലാ കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഡിജിറ്റൽ പുരോഗതിക്ക് കാരണം അക്ഷയയുടെ പ്രവർത്തനമാണെന്ന് കളക്ടർ പറഞ്ഞു. കേരളം വലിയൊരു IT പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. കേരളം ഡിജിറ്റൽ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുണ്ടെങ്കിൽ അത് അക്ഷയയിലൂടെ മാത്രമാണെന്ന് കളക്ടർ P. ബാലകിരൺ പറഞ്ഞു. നമ്മുടെ നാട് ഡിജിറ്റൽ ആകണമെങ്കിൽ, നമ്മുടെ നാട് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു പ്രസ്ഥാനമായിട്ട് മാറണമെങ്കിൽ അത് അക്ഷയ വഴി മാത്രമേ ആകാൻ പാടുള്ളൂ ആയിട്ടുള്ളത് നമ്മൾ വളരെ മുമ്പ് തന്നെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട്. അത് വെറുതെ പറഞ്ഞ ഒരു സംഭവമല്ല. അസിസ്റ്റന്റ് കളക്ടർ S. ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. അക്ഷയ ആൻഡ് IT മിഷൻ ഡയറക്ടർ K. മുഹമ്മദ് Y. സഫിറുള്ള മുഖ്യാതിഥിയായി. കണ്ണൂർ ADC നൌഷാദ് പൂതപ്പാറ, ജില്ലാ ഇൻഫർമേറ്റിക്സ് ഓഫീസർ ആൻഡ്രൂസ് വർഗീസ്, SBI അസിസ്റ്റന്റ് ജനറൽ മാനേജർ A. സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷയയും സാമൂഹ്യ ബോധവും എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ VS അനിൽകുമാർ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോർഡിനേറ്റർ R. ഹരീഷ അക്ഷയയുടെ 2015 വർഷത്തെ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവാർഡ് ദാനവും കലാപരിപാടികളും നാടൻ കലാമേളയും അരങ്ങേറി. കണ്ണൂർ ജില്ലാ പോലീസ് കലാമേള പോലീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ റേഞ്ച് DIG ദിനേന്ദ്ര കശ്യപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ അഡ്മിനിസ്ട്രേറ്റീവ് DYSP TP രഞ്ജിത്ത്, AR ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡന്റ് TK സാഗുൽ, DYSPമാരായ KK മൊയ്തീൻ, വിശ്വനാഥൻ, പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആദരിക്കലും ആതുരമിത്രം ധനസഹായ വിതരണവും നടന്നു. ജില്ലാ കളക്ടർ P. ബാലകിരൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൾച്ചർ അതിന് അതുപോലെ ലോ മോഡൽ പ്രവർത്തിക്കാനായിട്ടും ആഘോഷിക്കാൻ പറ്റാത്ത ദിവസമാണ്. അതുപോലെ തന്നെ വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്കായി പാപ്പിനിശ്ശേരി BRC സ്നേഹയാത്ര സംഘടിപ്പിച്ചു. പുറം ലോക കാഴ്ചകൾ അനുഭവിച്ചറിയാൻ അവസരമൊരുക്കിയ പഠനയാത്ര കുട്ടികൾക്ക് പുതുമയാർന്ന അനുഭവമായി മാറി. ആകാശത്തോളം തലയുയർത്തിപ്പിടിച്ച കെട്ടിടങ്ങൾ, ചീറിപ്പായുന്ന വാഹനവ്യൂഹം, ചൂളം വിളിച്ചെത്തിയ തീവണ്ടി, ആഞ്ഞടിച്ച തിരമാലകൾ എല്ലാം ഈ കുരുന്നുകൾക്ക് പുത്തൻ അനുഭവങ്ങളായിരുന്നു. വൈകല്യം തളർത്താത്ത മനസ്സുമായി അവർ ആടിയും പാടിയും പുതുകാഴ്ചകൾ കണ്ടു രസിച്ചു. കൂടെയെത്തിയ അധ്യാപകരും രക്ഷിതാക്കളും കൈത്താങ്ങായി ഒപ്പം ചേർന്നു. നല്ല അടിപൊളി. പാർക്കിൽ പോയി. പാമ്പിന, കുറെ പക്ഷികളോ എന്തല്ലോ കണ്ടു. നല്ലത്. ആദ്യമായിട്ട് പാപ്പിനിശ്ശേരി BRCയും വൈസ്മെൻ ക്ലബ്ബ് കാനനൂർ നോർത്തും കൈകോർത്തപ്പോൾ പേര് പോലെ തന്നെ സ്നേഹയാത്ര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും യാത്രയായി. പാപ്പിനിശ്ശേരി BRC BBO KC ശ്രീജിത്ത്, TK രമേഷ് കുമാർ, അജിത് നമ്പ്യാർ, VV ഉദയഭാനു തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ കൗൺസിലർ PK രാഗേഷിനും യൂത്ത് കോൺഗ്രസ് ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകി. പുതിയ തെരുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കായക്കൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി മുഹമ്മദ് ബ്ലാത്തൂർ, T. ശേഖരൻ, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് കേരളം വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരുമെന്ന് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം 60 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം എന്താണ്, 57 വർഷത്തെ ചരിത്രം. വികസന രംഗത്ത് നമുക്ക് എടുത്തു കാട്ടാൻ സാധിക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവും ഇടുക്കി ഡാമുമാണെങ്കിൽ. കാൻ ഫെയർ 2015 അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ പ്രദർശന ഓഫീസ്
കണ്ണൂർ ജില്ലാ കളക്ടർ പി ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണനാഥ് പൈ അധ്യക്ഷത വഹിച്ചു. കാൻഫെയർ ജനറൽ കൺവീനർ പി മിത്രൻ, BV ഭട്ട്, VC രവീന്ദ്രൻ, ഡോക്ടർ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ഡോക്ടർ പൈ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്യാൻസർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ 10-20 വർഷം മുമ്പ് വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ഒരു ക്യാൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭയാശങ്ക കൂടി ഉള്ള ഒരു അന്തരീക്ഷം ആ സമയത്തുണ്ടായിരുന്നു. മിലിറ്ററി പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേണൽ KVR വാര്യർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ക്യാപ്റ്റൻ K വേലായുധൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ DPO ഓഫീസർ ജോഷി ജോസഫ്, കണ്ണൂർ കേഡറ്റ് ജില്ലാ പ്രസിഡന്റ് CV നാരായണൻ നമ്പ്യാർ, ജനറൽ സെക്രട്ടറി PN കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. 2013 വർഷം നമ്മളുടെ ബേസിക് ഇയർ ആയിട്ട് കണക്കാക്കിയത് ഒരു നല്ല കാര്യമാണ്. അതിൽ ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പം 2013 മുമ്പായിട്ട് എത്രയോ ആൾക്കാർ റിട്ടയർ ചെയ്തിട്ട് ഇപ്പം ജീവനോടെ ഇരിക്കുന്നുണ്ട്. അവർക്കെല്ലാം 2013 റിട്ടയർ ആകുന്ന പെൻഷൻ അതേ സ്കെയിലിൽ വെച്ചിട്ട് റീഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പുള്ള പെൻഷൻ വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടച്ചൊവ്വ തുഞ്ചത്താചാര്യ വിദ്യാലയത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മെഡിക്കൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് P വിജയൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുലേഖ വേണുഗോപാൽ, PTA പ്രസിഡന്റ് MC സനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റീജിയണൽ ക്യാൻസർ സെന്ററിലെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഒരു ദിവസം ₹1 എന്ന പദ്ധതിക്ക് ഇവർ രൂപം കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ GSTU കണ്ണൂർ നോർത്ത് ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രജത ജൂബിലി സമ്മേളനം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ആവശ്യങ്ങൾ എതിർപ്പുകളെ മറികടന്ന് നേടിയെടുക്കാൻ സാധിക്കണമെന്ന് മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പറയാതെ പോകുന്നത് അധ്യാപകന്മാരെന്ന രീതിയിൽ അധ്യാപകന്മാരോട് പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം സാമൂഹ്യ നിർമ്മിതിയുടെ ആളുകളാണ് നമ്മളെല്ലാവരും അധ്യാപകന്മാർ. നമ്മളാണ് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവർ. ഭാവിയിൽ നാളെ പ്രധാനമന്ത്രിമാരാകേണ്ടവരെയും നാളെ മന്ത്രിമാരാവേണ്ടവരെയും നാളത്തെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കേണ്ട ആളുകളെയും ഒക്കെ വാർത്തെടുക്കുന്നവർ അധ്യാപകന്മാരാണ്. GSTU ഉപജില്ലാ പ്രസിഡന്റ് NV രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് P മുസ്തഫ, M വിനോദൻ, MK അരുണ, SP മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻകാല നേതാക്കളെ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക് പൊന്നാട അണിയിച്ച് ആദരിച്ചു. എളയാവൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും വിവിധ ദൈവങ്ങളുടെ പുറപ്പാടും നടക്കും. ഉത്സവ ആരംഭത്തോടനുബന്ധിച്ച് സ്വാമിനി അപൂർവാനന്ദ സരസ്വതിയുടെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ തിരുമുടി നിവരും. രാത്രി നടക്കുന്ന തിരുമുടി ആറാടിക്കലോടെ കളിയാട്ടത്തിന് സമാപനമാകും. ഈ നാടികൾ ജന്മനാൽ ചില ആളുകൾക്ക് ചലിക്കാതിരിക്കും. അതാണ് ചില നമുക്കറിയാം വിക്ക് എന്നൊക്കെ പറയില്ലേ, ചില വർത്താനം പറയാൻ, അത് പെട്ടെന്ന് നമ്മൾ തലച്ചോറി കൊണ്ട് കൊടുത്തിട്ട് നാവിലോട്ട് വരുന്നില്ല. കണ്ണൂരിന് പുതിയ കലാ അനുഭവമായി ഭൂട്ടാൻ ഫെസ്റ്റ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഭൂട്ടാൻ ഫെസ്റ്റിൽ വംശീയ സംഗീതവും നാടോടി നൃത്തവും കൂടിച്ചേർന്നതോടെ കാണികൾക്കത് ഇമ്പമാർന്ന കാഴ്ചയായി. ആത്മീയ ഗുരുക്കളെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനത്തോടെയായിരുന്നു ഭൂട്ടാൻ ഫോക്ക് ഫെസ്റ്റിന്റെ തുടക്കം. പിന്നീട് 5 മിനിറ്റ് വീതമുള്ള 11 നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയും സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന പരിപാടി റോയൽ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന ഭൂട്ടാനി സാംസ്കാരിക കേന്ദ്രമാണ് അവതരിപ്പിച്ചത്. പുരാതന നാടോടി സംഗീതവും നൃത്തരൂപങ്ങളും പരിപാടിക്ക് മികവേകി. കേരളത്തിന്റെ കലയായ തിരിയൊഴിച്ചൽ, പള്ളുവൻ പാട്ട് എന്നിവയും അരങ്ങേറി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുധീർ മുള്ളൂർക്കരയും സംഘവുമാണ് ഇത് അവതരിപ്പിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നടന്നുവരുന്ന കൈരളി കരകൗശല പ്രദർശനം ശ്രദ്ധേയമാവുന്നു. സംസ്ഥാനത്തിന്റെ തനത് കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്.
കേരളത്തിന്റെ തനത് കരകൗശല ഉൽപ്പന്നങ്ങളായ തേക്കിലും കുമ്പിൾ വുഡിലും തീർത്ത കരകൗശല ശില്പങ്ങളും പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി, നിട്ടൂർ പെട്ടി, ഓട്ടുവിളക്ക, നെറ്റിപ്പട്ടം എന്നിവയ്ക്ക് പുറമെ വൈറ്റ് മെറ്റലിലും ബ്ലാക്ക് മെറ്റലിലും തീർത്ത ശില്പങ്ങൾ എന്നിവ മേളയെ സമ്പന്നമാക്കുന്നു. മേള തുടങ്ങിയതു മുതൽ പ്രദർശനം കാണുവാനും ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ആളുകൾ എത്തുന്നുവെന്ന് കൈരളി കണ്ണൂർ ഷോറൂം മാനേജർ ഷൈൻ കെ പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല കൈത്തറി സാധനങ്ങൾ ഈ മേളയോടനുബന്ധിച്ച് ഇവിടെ പ്രദർശനത്തിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനതായ കരകൗശല വസ്തുക്കളായ ആറന്മുള കണ്ണാടി, തേക്കിലും കുമ്പിൾ വുഡിലും തീർത്ത ശില്പങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരവും ഇതിൽ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലുകൾ, അതുപോലെ അതെ ഡ്രസ് മെറ്റീരിയൽസ്, ബെഡ്ഷീറ്റ്, കുർത്തി, ടോപ്പ്, ഖാദി ഷർട്ട് തുടങ്ങിയവയും ആഭരണങ്ങളും ഈ മേളയോടനുബന്ധിച്ച് ലഭ്യമാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു നല്ലൊരു പ്രതികരണം ഈ വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസാണ് കസ്റ്റമർ ഭാഗത്തു നിന്നും കിട്ടുന്നത്. എണ്ണവിളക്കുകൾ, നവധാന്യങ്ങൾ, ഗണപതി വിഗ്രഹങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ചെട്ടിനാട് കോട്ടൺ, മധുര ചുങ്കിടി സാരികൾ, ചുരിദാർ മെറ്റീരിയലുകൾ, കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ, ചുരിദാർ, ലേഡീസ് ടോപ്പ്, ഖാദി ഷർട്ടുകൾ എന്നിവ മേളയിലെ വിവിധ വസ്ത്രവൈവിധ്യങ്ങളാണ്. ഹൈദരാബാദിൽ നിന്നുള്ള പവിഴം, മുത്ത് തുടങ്ങി വിവിധ ആഭരണങ്ങളും മേളയുടെ പ്രത്യേകതയാണ്. കേരള സാൻഡൽ സോപ്പുകൾ, ഗിഫ്റ്റ് ഇനങ്ങൾ, ആഭരണങ്ങൾ എന്നിവയും ഒരുക്കിയ മേളയിൽ 10% ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 4 മേള സമാപിക്കും. അറിയിപ്പ്. KNMന്റെ കീഴിലുള്ള CIER മദ്രസകൾക്ക് നാളെ അവധിയായിരിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖേന തപാൽ വകുപ്പിൽ 20 നടക്കുന്ന പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നവർക്ക് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ 10 കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ പരിശീലന ക്ലാസ് നടത്തും. ബന്ധപ്പെടേണ്ട നമ്പർ 9447093534. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർ അതത് മൃഗാശുപത്രികളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 16-ന് 10-ന് നടക്കും. ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിധിയിലുള്ള ഡീലർ, റിപ്പയർ, മാനുഫാക്ചറിംഗ് ലൈസൻസുകൾ അടുത്ത വർഷത്തേക്ക് പുതുക്കുന്നതിനുള്ള അപേക്ഷ 23-ന് മുൻപ് യോഗശാല റോഡിലെ ലീഗൽ മെട്രോളജി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസിൽ സമർപ്പിക്കണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. അനധികൃത മണൽ കടത്തിന് പുതിയ മാർഗം. വ്യാജ ബിൽഡിംഗ് പെർമിറ്റും തിരിച്ചറിയൽ കാർഡുമുണ്ടാക്കി മണൽ ശേഖരിക്കുന്നു. ഒരാൾ അറസ്റ്റിൽ. മണൽ തട്ടിപ്പ് വ്യാജരേഖകളുണ്ടാക്കി ഓൺലൈനിൽ മണൽ ബുക്ക് ചെയ്ത്. കണ്ണൂരിൽ വീണ്ടും സൈന്യത്തിന്റെ കയ്യേറ്റം. ആയിക്കരയിൽ 3 ഏക്കറോളം ഭൂമി സൈന്യം ഏറ്റെടുക്കുന്നു. 20ഓളം വീട്ടുകാർക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ്. മത്സ്യമേഖലയിൽ ഉള്ളവർ ആശങ്കയിൽ. കണ്ണൂർ കോട്ടയിൽ പീരങ്കിയുണ്ട ഖനനം തുടരുന്നു. 4000ഓളം പീരങ്കിയുണ്ടകൾ കുഴിച്ചെടുത്തു. കൂടുതൽ പരിശോധനയ്ക്കായി ആർക്കിയോളജി വിദഗ്ധ സംഘം കണ്ണൂരിലെത്തി. ഇത്രയും വലിയ പീരങ്കിയുണ്ട ശേഖരം കണ്ടെത്തുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.